Hi guys, again welcome back to my channel Kicks Daily Vlogs. ഇന്നത്തെ വീഡിയോ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത പോലെ നമ്മുടെ കിക്കിയുടെ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ചെയ്യുന്നത്. ആള് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എണീച്ചു കേട്ടോ. എണീച്ചിതാ മുടിയൊക്കെ കെട്ടി ഒന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തു, ഒന്ന് ആളൊന്ന് ഫ്രഷ് ആക്കി. പിന്നെ ഇവക്ക് എണീച്ച ഉടനെ ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളം കൊടുക്കും കേട്ടോ. അത് അവളുടെ ഒരു ഡെയിലി റുട്ടീനാണ്. അപ്പോൾ ആളത് കുടിച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും ഫുഡൊക്കെ കഴിക്കണേ. അപ്പോഴേക്കാണ് വിശപ്പൊക്കെ ആവുള്ളൂ. അതുപോലെ തന്നെ ആ സമയം കൊണ്ട് ഞാൻ ഇവക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ആളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ദോശയും ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ചമുളകും 2 ചെറുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി യൂസ് ചെയ്യും കേട്ടോ. അതൊന്ന് ജസ്റ്റ് ബ്ലെൻഡാക്കി ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് കടുകൊന്ന് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില മാത്രം ഇടും, പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്ര സിമ്പിളായിട്ടാണ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നത്. കാരണം അധികം സ്പൈസി ഇവർക്ക് പറ്റാത്തതുകൊണ്ട് അധികം മുളകൊന്നും ചേർക്കാറില്ല. അങ്ങനെ സിമ്പിളായിട്ടുള്ള ചമ്മന്തി ഇട്ടൊന്ന് റെഡിയാക്കിയത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സാധാ ദോശയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഓരോ ദിവസം മാറി ഒന്നല്ലെങ്കിൽ ക്യാരറ്റ് ദോശ, ഒന്നല്ലെങ്കിൽ ബീട്രൂട്ട് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. കാരണം കളറിലൊക്കെ ചെറിയ വ്യത്യാസം വന്നാലാണ് ആൾ കഴിക്കുകയുള്ളൂ. അപ്പം ഡെയിലി ഈ ദോശ തന്നെ കൊടുക്കുകയാണെങ്കിൽ കഴിക്കില്ല. അപ്പോൾ ഓൾട്ടർനേറ്റീവായിട്ട് ഇതിനെ മാറി മാറി കൊടുക്കും കേട്ടോ. ഞാൻ ദോശ ഉണ്ടാക്കുന്ന സമയം ആൾ ഹാളിലിരുന്ന് തന്നെ കളിച്ചോളൂ കേട്ടോ. അവളുടെ കളിക്കുള്ള ഐറ്റംസ് വെച്ച് അവൾ തന്നെ കളിച്ചുകൊണ്ടിരുന്നോളും. വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അങ്ങനെ അടുത്ത ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ആളുടെ ബ്രഷ് ചെയ്യേണ്ട സമയമായിട്ടോ. ഭയങ്കര മടിയാണ്, അതുകൊണ്ടാണ് ഈ ഒരു ചെയറിൽ പിടിച്ചിരുത്തി പല്ലിയേൽപ്പിക്കുന്നത്. അങ്ങനെ സമ്മതിക്കൊന്നുമില്ല, കൈ തട്ടി മാറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കഷ്ടപ്പെട്ട് പല്ലൊക്കെ തേപ്പിച്ചു. ദോശ കൊടുക്കായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാനും ഭയങ്കര മടിയാണ് കേട്ടോ. ആദ്യത്തെ 2 വായ കഴിക്കും, പിന്നെ ഭയങ്കര വാശിയാണ്. ആള് മാക്സിമം വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കാൻ നോക്കും. അപ്പം ഒരുപാട് മാതിരി കഷ്ടപ്പെട്ടിട്ടാണ് ഫുഡൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഫുഡ് കൊടുക്കുമ്പോൾ നമുക്ക് നാട്ടിലെ പോലെ കാക്കേനെയും പൂച്ചേനെയും കാണിക്കില്ലാത്തതുകൊണ്ട് ആൾക്ക് ടി വിയും നിർബന്ധമാണ് കേട്ടോ. ഒരു കാർട്ടൂൺ എന്തെങ്കിലും കണ്ടുകൊണ്ടാണ് ഫുഡ് കഴിക്കത്തുള്ളൂ. അങ്ങനെ ദോശയൊക്കെ കഴിഞ്ഞ് ആളുടെ ടേബിൾ ക്ലീൻ ചെയ്യാൻ ടിഷ്യൂ കൊടുത്തു കേട്ടോ. അവൾ തന്നെ ക്ലീൻ ചെയ്തോളും. അത് ഞാൻ ചെറുപ്പം പോലെ പഠിപ്പിച്ചൊരു ശീലമാണ് കേട്ടോ. അപ്പോൾ അവൾ തന്നെ മാക്സിമം ക്ലീൻ ചെയ്യാൻ നോക്കും. പിന്നെ ടിഷ്യൂ കളിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതാ എല്ലാ ഡ്രോയും പോയി തുറന്നു നോക്കും കേട്ടോ. അതിലുള്ള എല്ലാ സാധനം മാക്സിമം അവൾ നിലത്തേക്കൂടെ വലിച്ചു വാരിയിടും. പിന്നെ അവളെയും കൊണ്ട് തന്നെ കുറച്ചൊക്കെ ഞാൻ തിരിച്ച് പറക്കി വെപ്പിക്കും കേട്ടോ. ഇവളുടെ മോർണിംഗിലെ റുട്ടീൻ കഴിഞ്ഞാൽ പിന്നെ ഉച്ചത്തേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ. അരി ഞാൻ ഈ ഒരു കുക്കറിലാണ് ഇടുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രോൺസാണ് കേട്ടോ കറി വയ്ക്കുന്നത്. ഒരു നാടൻ കറിയാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത്. കൊഞ്ചിലേക്ക് ഒരു 1.5 മാങ്ങയും കറിവേപ്പിലയും ഒരു 5-6 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്കുള്ള അരപ്പിലേക്ക് തേങ്ങ, 3-4 ചെറുള്ളി, കറിവേപ്പില, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് അരച്ചിട്ട് അതിലേക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചു. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിട്ടോ. അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് താളിക്കലാണ് കേട്ടോ. ചെറുള്ളിയും കറിവേപ്പിലയും പിന്നെ കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇട്ടിട്ട് മൂപ്പിച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്. ഇങ്ങനെ ചെയ്ത് നല്ല ഒരു അടിപൊളി കറിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നിങ്ങളെന്തായാലും ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നാടൻ കറി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളെന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ ഇത്. ഈ ഒരു കറി ഹസ്ബൻഡിനും അതേപോലെ തന്നെ കിക്കിമോക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനത്തെ നല്ല പുളിയുള്ള മാങ്ങ കിട്ടുമ്പോൾ ഞങ്ങൾ ഈ ഒരു കറി ഉണ്ടാക്കാറുണ്ട്. അതുപോലെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ച അരി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വീണ്ടും തിളപ്പിക്കാൻ വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടാതെ നല്ല സെപ്പറേറ്റുള്ള റൈസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു സമയത്തൊക്കെ കിക്കി ഹാളത്തിനായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കാർട്ടൂൺ വെച്ച് കൊടുക്കും. അപ്പോൾ കുക്കിംഗ് ടൈമിൽ ഞാൻ സ്ക്രീൻ ടൈം കൊടുക്കും കേട്ടോ. കാരണം അല്ലെങ്കിൽ അവൾ കരച്ചിലായിരിക്കും. അപ്പോൾ അവൾക്ക് കളിക്കാനുള്ള കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സും അതുപോലെ തന്നെ കുറച്ച് അവളുടെ ഐറ്റംസൊക്കെ എടുത്ത് കൊടുക്കും കേട്ടോ. അതുപോലെ തന്നെ ആ കാണുന്ന ടെഡി ബിയറിന് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നമ്മുടെ ചേട്ടായി നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ പുള്ളിക്കാരി ഭയങ്കര കളി. ആ ഒരു ടെഡി ബിയറിന് ഇട്ട പേരാണ് കേട്ടോ പിങ്കിന്ന്. അപ്പം അവൾ എപ്പോൾ കളിക്കാൻ വന്നാലും ആദ്യം ചോദിക്കുന്നത് പിങ്കിനെ ആയിരിക്കും കേട്ടോ.
അതുപോലെ തന്നെ സ്ക്രീൻ ടൈം കൊടുക്കുമ്പോൾ ടോട്ട്ലേഴ്സിന് പഠിക്കാൻ പറ്റിയ കുറച്ച് യൂട്യൂബ് ചാനലായിട്ട് വെച്ച് കൊടുക്കുന്നത്. അത് മറ്റേ റേച്ചൽ എന്ന് പറഞ്ഞൊരു പെണ്ണിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വെച്ച് കൊടുക്കുന്നത്. പിന്നെ അവൾ സമയം കളയുന്നത് അവളുടെ ടോയ്സ് ഇട്ട് വയ്ക്കുന്ന ആ ബാസ്ക്കറ്റിൽ നിന്ന് എല്ലാം എടുത്തിട്ട് അവൾ പുറത്തേക്ക് ഇടും കേട്ടോ. അതെല്ലാം നമ്മൾ എത്ര എടുത്തു വെച്ചാലും വീണ്ടും വീണ്ടും അവളത് പറക്കി ഇട്ടുകൊണ്ടിരിക്കും. അതിലിഷ്ടമുള്ള സാധനം എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ കളിക്കും. അത് കുറച്ച് നേരം എടുക്കുമ്പോൾ അടുത്ത സാധനം പോയി എടുക്കും. അങ്ങനെയാണ് കേട്ടോ അവളുടെ ശീലം. അപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ കളിക്കുന്നത് വെച്ചാൽ കുറച്ച് കുക്കിംഗ് മറ്റേ കിച്ചൺ ഐറ്റംസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇപ്പോൾ അത് കളിക്കാനാണ് കൂടുതലിഷ്ടം. ഞാൻ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ അവൾ ഹാളിൽ നിന്നായിരിക്കും കേട്ടോ കുക്ക് ചെയ്യുന്നത്. ചെറിയൊരു പാത്രം, സ്പൂണ്, അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ഐറ്റംസ് അവൾക്കുണ്ട്. അത് വെച്ചിട്ടാണ് ഇപ്പോൾ കളി. അതുപോലെ അവൾക്ക് കുറച്ച് ബാഗ് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരി അതൊക്കെ ഇട്ടിട്ട് നാട്ടിൽ പോകാമെന്ന് പറയും കേട്ടോ. പക്ഷേ എന്താണ് നാട് എന്നൊന്നും അറിയില്ലെങ്കിലും പുള്ളിക്കാരി ബാഗ് ഇട്ട് പോയാൽ നാട്ടിൽ പോകണമെന്ന് അവൾക്കറിയാം. അതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഈ ഒരു പാവയ്ക്ക കൊണ്ടാട്ടം എന്നാണോ എനിക്ക് പറയണമെന്നറിയില്ല. ഇത് ഞാൻ തന്നെ വാങ്ങി ഉണങ്ങി വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പം ഇത് ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്. കിക്കി കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെറിയൊരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നമുക്കിത് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പം ഇതിപ്പോൾ ഞാൻ 3-4 പ്രാവശ്യമായിട്ട് ഇതുണ്ടാക്കിയായിരുന്നു. നിങ്ങൾക്ക് ബാൽക്കണി റൂം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മൾ പാക്കറ്റായിട്ട് വാങ്ങുന്നതിലും നല്ല ലാഭമാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കിയാൽ. ജസ്റ്റ് തിന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ട് ഉപ്പിട്ട് ജസ്റ്റ് നിരത്തി വെച്ചാൽ മതി കേട്ടോ. നാട്ടിലെ പോലെ നമുക്ക് വാട്ടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടുത്തെ ചൂടിൻ്റെ തീവ്രത കൊണ്ട് നമുക്ക് 2 ഡേയ്സിനുള്ളിൽ നമുക്ക് റെഡിയായി കിട്ടും. കുക്കിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ഗിക്കിമോളെ കാണാനില്ല കേട്ടോ. റൂമിൻ്റെ എല്ലാ ഭാഗത്തും നോക്കി അങ്ങനെ തപ്പി ഞാൻ ലാസ്റ്റ് കട്ടിൻ്റെ ഇടയിൽ നോക്കിയപ്പോഴാണ് ആൾ അങ്ങേയറ്റത്ത് പോയിരിക്കുകയാണ് കേട്ടോ. ഇപ്പം പുള്ളിക്കാരിയുടെ ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരിക്ക് ഇപ്പം ഒളിച്ചിരിക്കാൻ കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. നമ്മളാണ്ട് പോയി കണ്ടുപിടിക്കുന്നത് പുള്ളിക്കാരിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഒരു കുളിയൊക്കെ പാസ്സാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് ചോറുണ്ണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ബാക്കി കിടന്ന് ചേട്ടനെ കണ്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പുള്ളിക്കാരി. കാരണം ഉച്ചയ്ക്ക് പുറത്തൊക്കെ കറങ്ങാൻ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു പുള്ളിക്കാരി. അങ്ങനെ ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും അവൾക്കും ഫുഡ് കൊടുക്കേണ്ട ടൈമായിട്ടോ. അങ്ങനെ ഫുഡ് കൊടുക്കാൻ ഇരുന്നപ്പോൾ പുള്ളിക്കാരിക്ക് പാട്ട് പാടണമെന്ന് ഭയങ്കര കൊതിയായി. അങ്ങനെ കീബോർഡൊക്കെ വെച്ചിരുന്ന് വായിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആൾക്കത് കളിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഡാൻസും കളിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ കളിപ്പിച്ചു. പിന്നെ നമ്മുടെ പ്രോൺസിൻ്റെ കറി ഉള്ളതുകൊണ്ട് ആൾക്ക് കുറച്ചൊക്കെ കഴിക്കും കേട്ടോ. പുളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്ത് കറി ഉണ്ടാക്കിയാലും പുളി ഉണ്ടെങ്കിൽ അവൾ ഇച്ചിരി കഴിക്കും കേട്ടോ. ഇവളുടെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ചോറ് തന്നെയാണ്. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് പപ്പയുടെ കൂടെ അവൾ കറങ്ങാനൊക്കെ പോയായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ചു വന്നു. പുള്ളിക്കാരി നല്ലൊരു ഉറക്കം പാസ്സാക്കിയായിരുന്നു. ഒരു 3 മണിക്കൂർ കിടന്നുറങ്ങി കേട്ടോ. അങ്ങനെ ഒരു 5 മണി 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവൾക്ക് ചെറിയൊരു കുറുക്ക് ഞാൻ ഉണ്ടാക്കിയായിരുന്നു. ഇത് നമ്മുടെ അവലും അതുപോലെ തന്നെ മക്കാന, മാൽമണ്ടൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് അതിലേക്ക് പനങ്ങൽക്കണ്ട ഒരുക്കി കൊടുത്തിട്ടാണ് ഞാൻ കുറുക്കുണ്ടാക്കുന്നത്. ഇത് നല്ലൊരു ഹെൽത്തി കുറുക്കാണ് കേട്ടോ. അപ്പം ചെറിയ മക്കളുള്ളവരെന്തായാലും ഈ ഒരു കുറുക്കൊന്ന് കൊടുത്തൊക്കെ നല്ല ഹെൽത്തിയാണ്. അങ്ങനെ കുറുക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഇരുത്തി കേട്ടോ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആകെ ചോറ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ആളിരിക്കുള്ളൂ. അപ്പം കുറച്ചൊക്കെ നിർബന്ധിച്ച് കൊടുത്തു. അതിനിടയ്ക്ക് കുസൃതിയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും കുറുക്കൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു കേട്ടോ. ഇവിടെ ഒന്ന് പാർക്കിലേക്ക് ഒന്ന് കറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ്. അങ്ങനെ ഞങ്ങൾ മദീന സായിദിലായിട്ട് എത്തിയത്. അത് ഈ ഒരു മാളിൻ്റെ ഉള്ളിലായിട്ട് പിള്ളേർക്ക് ഒരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 15 ദിറംസ് കൊടുത്താൽ ഒരു ഹാഫ് ആൻ അവർ ടൈം നമുക്കിവിടെ കളിപ്പിക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് ബോൾസും അതുപോലെ തന്നെ സ്ലൈഡിങ് ചെയ്യാനുള്ളത് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇവിടെ തന്നെയുണ്ട്. അപ്പം നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ. ഇവളിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. എപ്പോഴൊക്കെ പാർക്കിൽ പോയാലും അവൾക്ക് ആരെങ്കിലുമൊക്കെ കൂട്ട് കിട്ടും കേട്ടോ. ഇന്ന് കിട്ടിയത് ആ ഒരു പയ്യനായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മുതിർന്ന കൊച്ചായതുകൊണ്ട് തന്നെ നല്ല മെച്ചുവേർഡായിരുന്നു കേട്ടോ അവൻ്റെ പെരുമാറ്റമൊക്കെ. ഇപ്പം അവളുടെ കൂടെ കാണിക്കാനും അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഓരോ ഐറ്റംസ് യൂസ് ചെയ്യേണ്ടതെന്നും അവൻ കാണിച്ചു കൊടുക്കണ്ടായി കേട്ടോ.
ഇവിടെ വന്നാൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു സെക്ഷൻ തന്നെയായിരുന്നു കേട്ടോ. കാരണം നല്ല കളർഫുള്ളായിട്ടുള്ള ബോൾസും അതിൽ ഇരുന്നും കിടന്നും അതുപോലെ തന്നെ എറിഞ്ഞൊക്കെ ആയിരുന്നു കേട്ടോ കളിക്കുന്നുണ്ടായിരുന്നത്. ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ബോളിലൊക്കെ ചവിട്ടി വീഴുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഭയങ്കര സേഫാണ്. ഈ ഒരു ബോൾസിൻ്റെ അടിയിലായിട്ട് അവർ റബ്ബർ മെറ്റീരിയൽസാണ് കേട്ടോ കവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ വീണാലും അവർക്കൊന്നും പറ്റൊന്നുമില്ല. അതുപോലെ തന്നെ ഇങ്ങനെ യു എയിലുള്ള അമ്മമാരൊക്കെ കുട്ടികളോടൊക്കെ മാക്സിമം ഇങ്ങനെ പാർക്കുകളിലൊക്കെ പോകാൻ നോക്കുക. കാരണം അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്ന ടൈമായിരിക്കും. അപ്പോൾ ഇങ്ങനെ പാർക്കുകളിലൊക്കെ വന്ന് മറ്റുള്ള കുട്ടികളൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ തനിയെ പഠിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനത്തുള്ള ഏരിയയിലൊക്കെ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുക. കിക്കിമോളെയൊക്കെ ആദ്യമൊക്കെ നമ്മളിങ്ങനെ പാർക്കിൽ കൊണ്ടുവരുമ്പോൾ അവൾക്ക് തന്നെ ഓരോ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യുന്നത് ഇങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. അപ്പം മറ്റുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കണ്ട് തനിയെ അവൾ പഠിക്കും കേട്ടോ. ആദ്യം ഈ സ്ലൈഡിലൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ സഹായം വേണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ തന്നെ എല്ലാം ചെയ്യും കേട്ടോ. ഇങ്ങനെയൊക്കെ ഓരോന്ന് പഠിക്കുമ്പം നമുക്ക് നല്ല എന്താ പറയുക ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് കേട്ടോ. നമ്മളെ കുട്ടികളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വലുതാവുന്നൊരു ഫീലാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇവർ ഓരോരോ കാര്യങ്ങളൊക്കെ തനിയെ പഠിച്ച് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നും കേട്ടോ ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്കും അതുപോലെ തന്നെ ഇതുപോലുള്ള നമ്മുടെ പാർക്കുകളിലൊക്കെ വന്നാലും അവർ ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ ലേൺ ചെയ്യുന്നത്. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചത് കുട്ടികൾക്ക് A to Z കാര്യങ്ങൾ നമ്മൾ തന്നെ പഠിപ്പിച്ച് കൊടുക്കണം എന്നാണ് കേട്ടോ. പക്ഷേ എനിക്ക് കുട്ടി ഉണ്ടായപ്പോഴാണ് മനസ്സിലായത് അവർ തന്നെയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്ന്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ മറ്റു കുട്ടികളൊക്കെ ആയിട്ട് ഇടപഴകുമ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ തന്നെ സോഷ്യൽ ആക്ടിവിറ്റീസും ഇമ്പ്രൂവ് ആവുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ മാക്സിമം എല്ലാ ദിവസവും ഔട്ട്ഡോർ പ്ലേ ഏരിയയിലൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കണം. അപ്പം മദീന സായദിൽ വരുന്ന ഫാമിലിയൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് ഈ ഒരു സെക്ഷനിൽ വരാൻ ശ്രമിക്കുക കേട്ടോ. കാരണം അവർക്ക് നല്ലൊരു എൻഗേജ്മെൻറ്റിനുള്ള ഐറ്റംസൊക്കെ ഇവിടെ തന്നെയുണ്ട്. അത്യാവശ്യം കുട്ടികളൊക്കെ ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട് കേട്ടോ. കാരണം ഓരോ ഹാഫ് ആൻ അവർ കഴിയുമ്പോഴും പുതിയ സെക്ഷൻ ആൾക്കാർ ഈ ഒരു ഏരിയയിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അത്യാവശ്യം കളിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. കിക്കിമോക്ക് ഏറ്റവും ഇഷ്ടമായത് ആ ബോളിൻ്റെ ഏരിയ തന്നെയായിരുന്നു. ഈ ഒരു ഫയർ ട്രക്കിൻ്റെ മണ്ടയിലൊക്കെ ഇരുത്തിയിട്ടൊന്നും അവൾ ഇരിക്കുന്നുണ്ടായില്ല കേട്ടോ. അവൾക്ക് ഈ ഒരു ബോളായിട്ട് കളിക്കാനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവസാനം ഹസ്ബൻഡോട് കളിക്കും കൂടിയപ്പോൾ അവൾ കൂടുതൽ ഹാപ്പി ആയിട്ടോ. അതുപോലെ തന്നെ കിക്കിയും ചേട്ടയും ഭയങ്കര തിക്ക് ഫ്രണ്ട്സിനെ പോലെയാണ് കേട്ടോ. രണ്ടാളും ഒന്നിച്ച് കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടായും കൂടി കളിക്കാൻ കൂടെ ഇറങ്ങി അവൾ ഡബിൾ ഹാപ്പിയാണ് കേട്ടോ. കാരണം അവളുടെ കൂടെ എല്ലാത്തിനും ചേട്ടായി കളിക്കാൻ കൂടും. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്താണ്ടല്ലോ ഹാഫ് ആൻ അവർ പോകുന്നതേ നമ്മളറിയില്ല കേട്ടോ. കാരണം നല്ലൊരു ടൈം പാസ്സാണ് കേട്ടോ നമുക്കും കൂടി കൂടിയിട്ട്. കാരണം മറ്റുള്ള പിള്ളേരും ഇവരൊക്കെ കളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇവനാണ് കേട്ടോ എല്ലാം ജമ്പ് ചെയ്യാനും ഒക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നത്. കണ്ടോ നല്ല മെച്ചുവേർഡായിട്ടാണ് കേട്ടോ കുട്ടി പെരുമാറിയിരുന്നത്. എല്ലാം അവൾക്ക് ഇങ്ങനെ ചെറിയ കുട്ടിയെന്ന് മനസ്സിലാക്കി എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു കുട്ടിയുടെ ഒരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു ബിഹേവിയർ കണ്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മേനായിട്ടാണ് ഓർത്തത്. കാരണം കുട്ടികളെ നല്ല രീതിയിലാണ് കേട്ടോ വളർത്തിയിരിക്കുന്നത്. നല്ല മാനേഴ്സൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് പോണ സ്ഥലത്തൊക്കെ ആകുമ്പോൾ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണമെന്ന് കുട്ടികളൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ആ ഒരു ടൈം ആയപ്പോഴേക്കും ആൾ കളിച്ച് നല്ലോണം തളർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് വീട്ടിലേക്ക് തന്നെയാണ്. അങ്ങനെ ചെന്ന് ആളെ കുളിപ്പിച്ചു. അതേപോലെ തന്നെ കുറച്ച് ചോറൊക്കെ കൊടുത്തിട്ട് കിടത്തിയത്. കാരണം ഇത്ര കളിച്ചതുകൊണ്ട് നൈറ്റ് വിശക്കും കേട്ടോ. അല്ലെങ്കിൽ നൈറ്റ് എണീച്ച് കരയുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ചെങ്കിലും ഫുഡ് കൊടുത്തിട്ട് കിടത്തുന്നത്. ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ
നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.